ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ പറയുന്നത് എന്നെ ആരും പൊങ്കാലിടാൻ വരില്ലേ. ഞാൻ പറയുന്നത് എപ്പോഴും പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ, പെൺകുട്ടികൾ ഒരിക്കലും പുരുഷന് ആൺകുട്ടികൾക്ക് അങ്ങനെ പറയല്ലോ. എങ്ങനെയല്ല അല്ലെങ്കിൽ നമുക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരാൾക്കും താഴ്ന്നു നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കണം. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ശരിക്ക് ഒരു സാമാന്യ മര്യാദ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുട്ടികളുമായിട്ട് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, അല്ലാത്തവർക്ക് പല ബന്ധങ്ങളിലെല്ലാം ആൾക്കാർ അവരെ സാഹചര്യവശാൽ വീണു പോവായിരിക്കും. അതൊന്നും അങ്ങനെയുള്ള സാഹചര്യം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാഹചര്യത്തിനെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് നമ്മളെ സാഹചര്യം നമുക്ക് പറയാമല്ലോ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ ജീവിച്ച് പോകുന്നവരാണെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഭർത്താവ് അമിത മദ്യപാനി, പിന്നെ പെൺവിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട പെണ്ണുങ്ങളെ പുറകെ പോകുന്നത്, പിന്നെ അങ്ങനത്തെ സ്വഭാവം. ഒന്ന് അമിതമായ മദ്യപാനം, രണ്ട് പെണ്ണുങ്ങളെ ഇത് പോകുന്നത്, മൂന്ന് സംശയരോഗം, പിന്നെ പിന്നെ മൂന്ന് മാത്രമല്ല 4 സ്നേഹം പ്രകടിപ്പിക്കാൻ ഒട്ടും പ്രകടിപ്പിക്കാത്ത, നമ്മളോട് സ്നേഹത്തോടെ ഒരിക്കൽ നോക്കുമോ അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറുമോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ തന്നെ തീരുമാനിക്കുമല്ലോ. ജോലിയുള്ള പെണ്ണ് വേണോ, അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള പെണ്ണ് വേണോ, അല്ല വിദ്യാഭ്യാസം മാത്രമുള്ള പെണ്ണ് മതി, ഞാൻ മാത്രം ജോലിക്ക് പോയാൽ മതി, പിന്നെ ഭാര്യ ജോലിക്ക് പോകണ്ട, അങ്ങനെയില്ല കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അങ്ങനെയെല്ലാം ഉറപ്പിച്ചിട്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അത് വേറെ കാര്യം. ഈ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു അമിത മദ്യപാനി. വല്ലപ്പോഴും ന്യൂ ഇയറിനും ഓണത്തിനും വിഷുവിനെല്ലാം ജസ്റ്റ് ഒന്നൊരു പാർട്ടി മൂഡിൽ പിന്നെ കഴിക്കുന്നതിനോ അതല്ല ഞാൻ പറയുന്നത്. അമിത മദ്യപാനം, സംശയരോഗം, വേറെ പെൺവിഷയത്തിലുള്ള ഇത് 3. നാലാമത്തേത് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒട്ടും അറിയാത്ത, ഞാൻ പറയും ചെറുങ്ങനത്തനല്ല പറയുന്നത്, ഒട്ടും അറിയാത്ത. ഈ 4 കാരണങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 കാരണങ്ങളും പിന്നെ നമ്മളെ ഭർത്താവിന് അല്ലെങ്കിൽ പിന്നെ നമ്മളെ പങ്കാളിക്ക് ഇല്ലെങ്കിൽ അയാൾ പിന്നെ നല്ലൊരാളായിട്ട് നമുക്ക് ഭർത്താവായിട്ട് കൂടെ നമ്മളെ ജീവിതകാലം തേച്ച് ഒന്നിച്ച് പോകാൻ പറ്റുമല്ലേ. പിന്നെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കുത്താനും ചാവാനും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഡൈവേഴ്സാക്കി ഇഷ്ടമില്ല ആളപ്പുറം പോയി ജീവിക്കണം. പിന്നെ അങ്ങനെ ധൈര്യമില്ലാത്തവർ ഇങ്ങനത്തെ പണിക്കൊന്നും പോകാനും പാടില്ല. പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മെയിൻ കാരണം പെൺകുട്ടികൾ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ് ഞാൻ പറയലു. എന്താ വെച്ചാൽ, നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതാണെങ്കിൽ, സന്തോഷകരമായി ജീവിക്കുന്നതാണെങ്കിൽ ഈ പരിപാടി കൊട്ടും പോണ്ട. അല്ല പിന്നെ നമുക്ക് പലതരത്തിലുള്ള തൃപ്തിക്കുറവുണ്ടെങ്കിൽ, പല രീതിയിലുള്ള തൃപ്തിക്കുറവ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. പല രീതിയിൽ ഉണ്ടെങ്കിൽ അവർ, ഞാൻ പറയാം, അവരെ ജീവൻ പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടുകാരെ ബന്ധുക്കളെ നാണക്കേട് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ലൈഫാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. നമ്മളെ ജീവിതത്തിൽ നമ്മളെ മനസ്സിന് വ്യക്തിപരമായിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, പിന്നെ അല്ലാണ്ട് എനിക്കൊരു കുട്ടിയുണ്ട്, ഭർത്താവുണ്ട്, അതിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ ഒരാളെ കൂടെ ജീവിക്കാൻ പോയാൽ നാട്ടുകാർ എന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നമുക്ക് മനസ്സിന് പിന്നെ സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ മാന്യമായ രീതിയിൽ വേറെ ആളെ കല്യാണം കഴിച്ച് പോകുന്നതിന് നിയമപരമായിട്ട് തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, നമുക്ക് ആ ഭർത്താവ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ, ഇതിൽ 4 വേണമെന്നല്ല പറയുന്നത്, ഏതെങ്കിലും ഒന്ന് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി പോയി അയാളെ ഒഴിവാക്കി, നമുക്ക് ഇഷ്ടമുള്ള ആളുണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കാൻ നിയമപരമായിട്ട് പറ്റുമല്ലോ. പിന്നെ ഈ കുത്താനും ചെയ്യാനും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരാൾക്കെങ്കിലും നമുക്കിപ്പോൾ ഒരാൾ പറയുന്ന നിൽക്കുമ്പോൾ അത് ശരിയാണെന്നല്ലേ അങ്ങനെ തോന്നില്ല. അപ്പോൾ ഒരാൾക്കെങ്കിലും തോന്നുക, അല്ലെങ്കിൽ ആ പറയുന്നത് ശരിയാണെന്ന് ഒരാളെങ്കിലും ഒരു ലൈക്കെങ്കിലും ഇടുക ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ആ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇടുന്ന ആ ഒരു ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭർത്താവും കുട്ടികളായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് വരുന്ന പിന്നെ സ്ത്രീകൾ, പെൺകുട്ടികൾ ആരും പിന്നെ ഇങ്ങനെ വരുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇപ്പം നമ്മളെ ഭർത്താവല്ലാണ്ട് നമ്മളെ സൗന്ദര്യത്തിനെയോ സ്വഭാവത്തിനെയോ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ, ഒരു അന്യപുരുഷൻ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പിലില്ലേ, അപ്പോൾ അതിൽ വന്നിട്ട് പല രീതിയിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികളുണ്ടല്ലോ. അപ്പോൾ അതിൽ വന്നിട്ട് പിന്നെ
നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സംസാരം കേൾക്കാൻ ഭംഗിയുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴെപ്പോഴും മെസ്സേജ് വരുമ്പോൾ ചിലവരങ്ങ് വീണ് പോയിന്ന്. എങ്ങനെ വീഴുന്നെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് കിട്ടാത്ത സംഭവം അല്ല, അവരോട് പറയാത്ത സംഭവം കിട്ടുമ്പോൾ ആയിരിക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഭർത്താക്കന്മാരോട് മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞു, ഭർത്താക്കന്മാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യേനെ തന്നെ വേണം, നിങ്ങളെ കൂടെ ജീവിക്കാനല്ല. അവള് ആരപ്പുറം പോയിക്കോട്ടെ, ഞാൻ വേറെ കിട്ടും, ആ ലെവലാണെങ്കിൽ ആ ലെവലിൽ ഇവർക്ക് വേണ്ടി പറയുന്നില്ല. നല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ആ ഭാര്യനെ വേണമെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് ജോലി തിരക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോകുമ്പോൾ ആണ് ചില ആൾ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കഴിയുന്ന പോലെ അത് പരസ്പരം മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. കെയർ ചെയ്യുക, ഇടയ്ക്ക് ഭാര്യമാരുടെ സൗന്ദര്യമെല്ലാം ഇടയ്ക്കൊന്ന് വർണ്ണിച്ചു കൊടുക്കണം. എന്നാലത് അവർക്കൊരു വലിയ സന്തോഷമാണ്. ഏത് ഭാര്യയ്ക്കും ഭർത്താവ് ഇപ്പം എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ, നീ അന്നിട്ട ആ ചുരിദാറില്ലേ, അല്ലെങ്കിൽ അന്നിട്ട സാരിയില്ലേ, അത് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ, അത് എനിക്ക് നല്ലോണം ചേരുന്നുണ്ട്, ഇട്ടിട്ട് നല്ല വൃത്തിയുണ്ടെന്നെല്ലാം പറയുമ്പോൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ മാനസികാവസ്ഥയിൽ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ പിറന്നാളിനെല്ലാം ഒരു സർപ്രൈസായിട്ട് ഒരു കേക്ക് വാങ്ങിക്കൊണ്ടെന്നാലും മതി. ഇതിൽ പ്രധാനം എന്ന് വെച്ചാൽ സ്ത്രീകളെ സ്വഭാവം തന്നെയാണ്. നമുക്ക് ഭർത്താവുണ്ട്, നമ്മളെ പുകഴ്ത്താനും നമ്മൾ എന്ത് പറയാനും ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഭർത്താക്കന്മാരോട് പറയുന്നത്, സാധാരണേനേക്കാളും ഭാര്യമാരെ നല്ല വൃത്തിയിൽ സ്നേഹിച്ചും കെയർ ചെയ്തും അവർക്ക് പ്രത്യേക പരിഗണനയല്ല ഇനി മുന്നോട്ടുള്ള കാലത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, പണ്ടെല്ലാം കല്യാണം കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോകില്ല എന്നുള്ളൊരു വിചാരമാണ് ഭർത്താക്കന്മാർക്ക്. പിന്നെ ഒരു കുട്ടിയായ എവിടെയും പോലെ, പിന്നെ 2 കുട്ടികളായി എവിടെയും പോലെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഇല്ല, ഒരു കുട്ടിയായാലും ഇല്ല, 2 കുട്ടിയായാലും ഇല്ല, എപ്പോൾ വേണ്ടിക്കലും പോകാമെന്നുള്ള അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ വയസ്സ് കാലത്ത് 50 വയസ്സ് 60 വയസ്സും കഴിഞ്ഞവരും കൂടി വേറെ ആളപ്പുറം പോകുന്നു. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടിയൊന്നുമില്ല. പിന്നെ പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ ആൾക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴും നല്ല നല്ല പെൺകുട്ടികൾ, നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളുണ്ട്. പക്ഷേങ്കിൽ ചില ആണുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആണുങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് മനസ്സിലാക്കിയാൽ അത്രയും നമ്മളെ സമൂഹം നന്നായിട്ട് പോകുന്നതാണ് ഞാൻ പറയുന്നത്. ഫോൺ കോളിലൂടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയല്ല പരിചയപ്പെടുന്നത്, കോളിലോ അല്ലെങ്കിൽ മെസ്സേജിലോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പോകുന്നത് അല്ലേ? നമുക്ക് കാര്യമില്ലല്ലോ. നമ്മളെ ഭർത്താവും കുട്ടികളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുമ്പം നമ്മൾ വേറൊരാളോട് ഞാൻ പറഞ്ഞാൽ വേറൊരാളോട് വർത്തമാനം പറയേണ്ട കാര്യമില്ല. എന്തായാലും ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീയും ഒരന്യ പുരുഷനും വെറുതെ ഫോണിൽ ഒരുപാട് സമയം വർത്തമാനം പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് ഈ മയക്കുമരുന്ന് പോലെ തന്നെ ഒരു അഡിക്റ്റായ സംഭവമാണ് ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബായാലും എല്ലാം. അതെ, അഡിക്ഷൻ തന്നെയാണ് ഇതിന് വരുന്നത്. അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് മൊത്തം കുടുംബവും പോയി, ജീവിതവും പോയി, എല്ലാം പോവും. അതിനേക്കാളും ഒന്നാ നല്ലത്. അങ്ങനെയില്ല, എന്ത് വന്നാലും ഒരാളും നമ്മളെ പുകഴ്ത്തി പറയുന്നത്, ഭർത്താവല്ലാത്ത വേറെ ഒരാണുങ്ങളും നമ്മളെ പുകഴ്ത്തി പറയുന്നത് നല്ല ഉദ്ദേശത്തോടെ ഒന്നും ആയിരിക്കില്ല. സാധാരണ ഇല്ല നമ്മളെ ബന്ധുക്കൾ അങ്ങനെയുള്ളവരല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ നമുക്ക് മെസ്സേജായിട്ടും കോള് വഴിയെല്ലാം പരിചയപ്പെടാൻ വരുമോ, നമ്മളെ പൊക്കി പറയുമോ എല്ലാം ചെയ്യുന്നത്. കാലത്ത് പണ്ടത്തെ പോലെയല്ലല്ലോ, പെണ്ണാണം വന്ന് പെട്ടെന്ന് കല്യാണം കഴിക്കുമല്ലോ. പരിചയപ്പെട്ട് 6 മാസം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി. പെൺകുട്ടികളെല്ലാം നല്ലോണം പരിചയപ്പെട്ടിട്ട് എങ്ങനെയാണ് എനിക്കിങ്ങനെ വേണേ, എനിക്ക് ഇങ്ങനെ കെയർ ചെയ്യുന്ന ആൾ വേണം, എന്നെ അങ്ങനെ അവരെ പെൺകുട്ടികളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കിട്ടുക. എന്നിട്ടും കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ അല്ലെങ്കിൽ അത് നമ്മളെ വിദ്യാന്നിരിക്കുക, നിയമപരമായിട്ട് ഡൈവേഴ്സ് ആക്കുക, വേറെ കല്യാണം കഴിക്കുക, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടെങ്കിൽ ജീവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഈ വെല്ലാൻ്റെ കുത്തും മണിച്ച് ജീവിതത്തിൻ്റെ പകുതി എത്തുമ്പോഴത്തേക്ക് ചാകുന്നതിനേക്കാളും നല്ലത് അതല്ലേ. ധൈര്യം കാണിക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നല്ല ഭർത്താവും കുട്ടികളാണെന്ന് ഒരിക്കലും വേറെ ഒരാളെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണത്. ആണുങ്ങളെ വലയിലും വീഴാണ്ടിക്കുക, അത്രയേ ഉള്ളൂ. ആണുങ്ങളെ കുറ്റം പറയുന്നില്ല, പെണ്ണുങ്ങൾ ഇതിന് നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. പെണ്ണുങ്ങൾ ഇതിന് എന്തിന് നിന്ന് കൊടുക്കുന്നത്? അതുകൊണ്ടല്ലേ ആണുങ്ങൾ വരുന്നത് അവരെ കഴിവ്. പെണ്ണുങ്ങൾ ഇതിന് നിന്ന് കൊടുക്കാൻ പാടില്ല. പിന്നെ ഭർത്താക്കന്മാരും കുറച്ച് തൻ്റെ ഇടം കാണിക്കണം. അത് കേട്ട ഉടനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ.
അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നല്ല തൻ്റെ ഇടയിൽ നല്ല ഭാര്യമാർക്കും നല്ല ഭർത്താക്കന്മാർക്കും മാത്രമേ സന്തോഷകരമായിട്ട് ഈ കുടുംബജീവിതം നയിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ കാര്യങ്ങളെല്ലാം അല്ലേ, അങ്ങനെയല്ലേ. ഓക്കെ, ലോങ് വീഡിയോ ആണ്, കാണാൻ പറ്റുന്നവരെല്ലാം കണ്ടോ. ഓക്കെ, താങ്ക് യു.